1976 കേരള സഭയിലേക്ക് ഒരു നവവസന്തമായി കടന്നു വന്ന ഒരു മുന്നേറ്റമാണ് കേരള കരിസ്മാറ്റിക് നവീകരണം. ഇന്നതിൻ്റെ സുവർണ ജൂബിലി നിറവിലായിരിക്കുകയാണ്. ഈ 50 വർഷക്കാലം കേരള സഭയ്ക്ക് നൽകിയ അനുഗ്രഹങ്ങളെ, നന്മകളെ വാഴ്ത്തുവാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും കൂടുതൽ ദിശാബോധത്തോടുകൂടി നവീകരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമായി ജൂബിലി കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ഈ ജൂബിലി കോൺഫറൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട പല ചിന്തകൾ, നവീകരണത്തിലെ ചില മുന്നേറ്റങ്ങളിലെ ചില ആഴമേറിയ മുത്തുകൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ദിവസങ്ങളാണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വ്യക്തികളെയും നമുക്ക് ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടാനും ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അതിനായിട്ട് നമുക്ക് അകത്തോട്ട് പോകാം. മെയ് 1, 2, 3 തീയതികളിലായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ 24 സോണുകളിലും ഇതിൻ്റെ മുന്നൊരുക്ക സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. അവിടെ നിന്ന് ലഭിച്ച രജിസ്ട്രേഷൻ അനുസരിച്ച് ഏകദേശം 5000-ൽ പരം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അമരക്കാരൻ എന്ന് നമ്മൾ വിളിക്കുന്ന ബിഷപ്പ് ജെറോമിൻ്റെ പേരിലുള്ള ബിഷപ്പ് ജെറോം നഗറിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മറാഫെ തട്ടിൽ പിതാവാണ് 1-ാം തീയതി 11 മണിക്ക് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. KCBC കരിസ്മാറ്റിക് കമ്മീഷനിൽ അംഗങ്ങളായിരുന്ന എല്ലാ ബിഷപ്പുമാരും, ഇപ്പോൾ ആയിരിക്കുന്നവരും നേരത്തെ മുൻ ഉണ്ടായിരുന്നവരും എല്ലാവരും ഇതിൽ ഓരോ സമയത്തിൽ പങ്കെടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്യുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ വചന പ്രഘോഷകരും ഈ വേദിയിലുണ്ട്. അതോടൊപ്പം തന്നെ എന്നാൽ ഗായക സംഘം, ഓർഗനൈസേഷൻ കമ്മിറ്റി, വെൽക്കം കമ്മിറ്റി, തുടങ്ങി വിവിധ കമ്മിറ്റികൾ വളരെ ശക്തമായ രീതിയിൽ അവരുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏവരെയും ജൂബിലി സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം അതിൻ്റെ സുവർണ ജൂബിലി നിറവിൽ നിൽക്കുമ്പോൾ ഈ സുവർണ ജൂബിലി കോൺഫറൻസ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മെയ് 1, 2, 3 തീയതികളിൽ നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സന്യാസ സമൂഹത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുളത്തുവേൽ കേന്ദ്രമാക്കിയുള്ള MSMI, മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്, ഈ സന്യാസ സമൂഹവും അതിൻ്റെ സ്ഥാപകൻ വർക്കിയച്ചനും കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് മറക്കാനാവാത്ത വ്യക്തികളും സംഭവവുമാണ്. വർക്കിയച്ചനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് വർക്കിയച്ചൻ്റെ സംഭാവനയും ഏതാണ്ട് 50 ആണ്ടുകൾ പിന്നിടുന്നു. ഈ സമയത്ത് ഈ സന്യാസ സമൂഹത്തിലെ ചിലരുമായിട്ട് നമ്മൾ സംവദിക്കുകയാണ്. ആദ്യം സിസ്റ്റർ എൽസി MSMI. എൽസി സിസ്റ്റർ ഇതിനു മുമ്പ് ഇതിൻ്റെ മുൻ പ്രൊവിൻഷ്യലായിരുന്നു. MSMIയുടെ തന്നെ പല തലമുറകളെ കണ്ടിട്ടുമുണ്ട്, മുൻ തലമുറയും പിൻതലമുറയും. സിസ്റ്ററെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അന്ന് വർക്കിയച്ചൻ നൽകിയ സംഭാവനകളും ഈ കോൺഗ്രിഗേഷൻ്റെ പ്രത്യേക സിദ്ധി അഥവാ കാരിസവും ഒക്കെ സിസ്റ്റർ എങ്ങനെയാണ് നോക്കിക്കാണാൻ പറ്റുന്നത്? 1962 സെപ്റ്റംബർ 8-ാം തീയതിയാണ് MSMI സന്യാസിനി സമൂഹം കൊളുത്തുവയിൽ സ്ഥാപിതമായത്. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കോളേജ് തുടങ്ങുവാൻ. അങ്ങനെ 72, 73 കാലഘട്ടത്തിൽ അവിടെ നിർമ്മല കോളേജ് തുടങ്ങി. എന്നാൽ ആ സമയത്ത് തന്നെ 76-ൽ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ആരംഭിച്ചത്. അങ്ങനെ കോഴിക്കോട് 2ാമത് നടത്തിയ ധ്യാനത്തിൽ CJ വർക്കിയച്ചൻ ധ്യാനം കൂടുകയും അന്ന് അച്ഛന് വലിയൊരു ആത്മീയ അഭിഷേകം സ്വന്തമാക്കാൻ പറ്റി. അതിനെ തുടർന്ന് തന്നെ അച്ഛൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുതൽ ദൈവജനം ആവശ്യപ്പെട്ടു തുടങ്ങിയ ഒരു ധ്യാനം നടത്തുവാൻ. അങ്ങനെ കൊളുത്തുവയിൽ വെച്ച് 8 പെൺകുട്ടികൾക്ക് വേണ്ടി അച്ഛൻ ആദ്യമായിട്ടൊരു ധ്യാനം നടത്തി 76-ൽ തന്നെ. പിന്നീട് കൊളുത്തുവയിൽ ഇടവകയിൽ 25 സ്ത്രീജനങ്ങൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം കൊളുത്തുവയിലൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് പള്ളിയിൽ, അവിടെ വെച്ച് 25 പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തി. പിന്നീട് കൊളുത്തുവയിൽ ഇടവകയിൽ അൽമായർ ആവശ്യപ്പെട്ട് സ്ത്രീകൾക്കും പുരുഷന്മാരുമായി 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് അച്ഛൻ ധ്യാനം തുടങ്ങി. അതേ തുടർന്ന് പല ഇടവകളിലും വൈദികർ ധ്യാനം ആവശ്യപ്പെട്ടു, ഇടവകൾക്കൂടെ ധ്യാനം നടത്തി തുടങ്ങിയിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് അച്ഛൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം പരിശുദ്ധാത്മാവ് കൊടുത്തു. ആത്മീയ വരദാനങ്ങളിൽ നിറഞ്ഞ് സഭാസമൂഹത്തെ പടുത്തുയർത്തണം. അങ്ങനെ പരിശുദ്ധാത്മാവ് കൊടുത്തൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 76-ൽ തുടങ്ങിയ ധ്യാന ശുശ്രൂഷകൾ 86 കാലഘട്ടമായപ്പോൾ കോളേജ് മാറ്റി അച്ഛനൊരു ധ്യാന കേന്ദ്രമാക്കി. സിസ്റ്റർ, അതൊരു വലിയ നാഴികക്കല്ലായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം
പിന്നീട് ഒരു സന്യാസ സ്ഥാപനമായി മാറുന്നു. ഒരു പക്ഷേ കാഴ്ചപ്പാടുകളിലും ആശയഗതികളിലും അല്ലെങ്കിൽ ദിശാബോധത്തിൽ തന്നെ വന്ന ഈ മാറ്റം, അച്ഛൻ്റെ ഈ മാറ്റം പിന്നീട് നിങ്ങളും ഏറ്റെടുത്തു അല്ലേ? തീർച്ചയായിട്ടും അന്ന് തുടങ്ങിയതാണ്. അച്ഛൻ അതിന് മുൻപേ ഒരു ആഗ്രഹമായിരുന്നു ധ്യാനങ്ങളൊക്കെ നടത്തണമെന്ന്. എന്നാൽ ഈ ധ്യാന കേന്ദ്രമാക്കിയതിന് ശേഷം 86 മുതൽ ഇപ്പോൾ 40 വർഷം പിന്നിട്ട് ധ്യാന കേന്ദ്രമാക്കിയിട്ട് ധ്യാന ശുശ്രൂഷകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 50 വർഷവും. അന്ന് മുതൽ അച്ഛൻ്റെ ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ ആത്മീയ വരദാനങ്ങളിൽ നിറഞ്ഞ ശുശ്രൂഷ ചെയ്യുവാൻ അച്ഛൻ്റെ തീക്ഷ്ണമതിയായിരുന്നു. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ വെല്ലൂർ ഒരു കൗൺസിലിംഗ് കോഴ്സ് പോയി പഠിച്ചു. അങ്ങനെ ഏത് രീതിയിലൊക്കെ ശാസ്ത്രീയമായി അച്ഛൻ പഠിക്കുകയും പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ നടത്തുവാനായിട്ട് അച്ഛൻ തന്നെ ഒരു കോഴ്സൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കൗൺസിലിംഗ് കോഴ്സ് അച്ഛൻ തന്നെ പരിശീലനം നൽകി വളർത്തി. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. നമ്മുടെ കൂടെ ഒരു സീനിയർ ആയിട്ടുള്ളൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, സിസ്റ്റർ റോസ് MSMI അല്ലേ? കാണുമ്പോൾ തന്നെ അറിയാം സീനിയോറിറ്റി. ഇതിലും കൂടുതൽ തലമുറകളെ കണ്ട സിസ്റ്റർ. MSMI കോൺഗ്രിഗേഷൻ്റെ തനിമ, അതിൻ്റെ വളർച്ച, അത് കേരള സഭയ്ക്ക് നൽകിയ സംഭാവന, ഇതൊക്കെ എന്താണെന്നൊന്ന് പങ്കുവയ്ക്കാമോ? MSMI സന്യാസിനി സമൂഹം 1962 ബഹുമാനപ്പെട്ട CJ വർഗീയ അച്ഛനാൽ സ്ഥാപിതമായി. യേശുവിൻ്റെ രക്ഷാകര സ്നേഹം ലോകമെങ്ങും എത്തിക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ പ്രധാനപ്പെട്ട കാര്യസം. നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ ഈശോയുടെ സ്നേഹത്താൽ നിറയുമ്പോൾ മാത്രമാണ് അത് നമുക്ക് മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈശോയുടെ രക്ഷാകര സ്നേഹം കുഞ്ഞുമക്കളിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും എത്തിക്കുവാനായിട്ട് അച്ഛൻ പരിശ്രമിച്ചിരുന്നു. 16 വർഷത്തോളം കുളത്തുവയൽ ഇടവകയിൽ അച്ഛൻ ഇടവക വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്തു. തൻ്റെ ഈ ഇടവക ജീവിതത്തിൽ അച്ഛന് തോന്നിയിരുന്നു തനിക്ക് തന്നെ ഓരോ കുടുംബങ്ങളിലേക്കും കടന്നു ചെന്ന് അവരുടെ വേദനകളും ദുഃഖങ്ങളും അസ്വസ്ഥതകളുമൊക്കെ കണ്ടെത്തുവാനോ അവരോടൊപ്പമായിരിക്കുവാനോ അവരെ ആശ്വസിപ്പിക്കുവാനോ പൂർണ്ണമായിട്ട് സാധ്യമല്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് അച്ഛൻ തീരുമാനിച്ചു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ഒരു സന്യാസിനി സമൂഹം മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി മാഗ്ലേറ്റ് സ്ഥാപിക്കുവാനായിട്ട്. വളരെ നല്ല കാര്യം സിസ്റ്റർ. അച്ഛൻ്റെ ആ ജീവിതത്തിലെ വഴിത്തിരിവെന്നല്ല, ഒരു വ്യക്തി മാത്രമായിട്ടല്ല, ഒരു കൂട്ടമായിട്ട് വേണമെന്നും സന്യാസിനി സമൂഹം വേണമെന്നും ഒക്കെയുള്ള അച്ഛൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വർക്കിയച്ഛൻ. നമ്മളോടൊപ്പം സിസ്റ്റർ ട്രീസ ചേരുകയാണ്, സിസ്റ്റർ ടെസ MSMI ചേരുകയാണ്. സിസ്റ്റർ, എനിക്ക് കോൺഗ്രിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് നിങ്ങളുടെ കാരിസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 9 35 വചനത്തിൽ പറയുന്നുണ്ട്, ഈശോ നഗരങ്ങളും ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ച് വചനം പ്രഘോഷിച്ചു, രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയെന്ന്. MSMI സന്യാസിനി സമൂഹം സ്ഥാപിച്ചപ്പോൾ സ്ഥാപക പിതാവായ മോൺസിഞ്ഞോർ വർക്കിയച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛനോടൊപ്പം സിസ്റ്റേഴ്സും അതുപോലെ അൽമായ ശുശ്രൂഷകരും ചേർന്ന് ലോകത്തിൻ്റെ അതിർത്തി വരെ വചനം എത്തിക്കണമെന്നുള്ളത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ എല്ലാവരുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്ന് ഈശോയുടെ ആ രക്ഷയുടെ വചനം എത്തിച്ചു കൊടുക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം പകർന്നു കൊടുക്കുവാൻ, പലതരത്തിൽ വേദനിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് ഈശോയുടെ വചനം എത്തിച്ചു കൊടുന്ന് അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ അച്ഛൻ ഒത്തിരി ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ MSMI സമൂഹത്തിന് രൂപം കൊടുക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് അച്ഛൻ സഹകരിച്ചത്. നന്ദി സിസ്റ്ററെ. ഞാൻ വരദാനങ്ങൾ അവരുടെ കാരിസമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ MSMI. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കള്ളനാണയങ്ങളും പൊന്നാണയങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വരദാനങ്ങളുടെ ദുരുപയോഗവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അങ്ങനെയുള്ള മേഖലകളൊക്കെ കടന്നു വരുമ്പോൾ വർക്കിയച്ഛനും MSMI കോൺഗ്രിഗേഷനും ഈ മേഖലയിൽ ഒത്തിരി വേറിട്ട രീതിയിൽ ഇടപെടാനും പത്താവുകൾ ഒരുക്കാനും. ഒരുപക്ഷെ നമുക്ക് ജിയോമരിയയിലേക്ക് പോയാലോ? ജിയോമരിയ അതേക്കുറിച്ചൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. വരദാനങ്ങൾ എങ്ങനെ പക്വമായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് കോൺഗ്രിഗേഷനും അച്ഛനും എങ്ങനെയാണ് പഠിപ്പിച്ചത്? നീണ്ട വർഷങ്ങൾ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം വരദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ കൂടെ നടന്ന കാലഘട്ടങ്ങളിൽ കാണാൻ സാധിച്ചത് എപ്പോഴും ദൈവഹിതം അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അച്ഛൻ ഏറ്റവും പരിശ്രമിച്ചിരുന്നു. ആത്മീയ വരദാനങ്ങൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഹിതം അറിയാൻ ജോസിയേട്ടനെയൊക്കെ എപ്പോഴും അച്ഛൻ ആശ്രയിച്ചതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും
ദൈവത്തിൻ്റെ ഹിതം അറിയാൻ വരദാനങ്ങൾ ഉപയോഗിച്ച് അച്ഛൻ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഈ വരദാന വളർച്ചാ ധ്യാനം വേറെങ്കിലും കേട്ടിട്ടില്ല, കുളത്തുവയിലേ കേട്ടിട്ടുള്ളൂ. അതെങ്ങനെയാ വന്നു പെട്ടത്? ഈ വരദാന വളർച്ചാ ധ്യാനം ആദ്യകാലങ്ങളിൽ 10 ദിവസം അടങ്ങുന്ന ഒരു കോഴ്സായിരുന്നു. ഇത് ആളെ കിട്ടുമോ 10 ദിവസത്തേക്ക്? 10 ദിവസത്തേക്ക് ആളെ കിട്ടിയിരുന്നു. ഇപ്പോൾ അത് 12 ദിവസത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. പല ധ്യാന കേന്ദ്രങ്ങളിൽ 7 നിന്ന് 5ലേക്കും 4ലേക്കും കുറയ്ക്കുമ്പോൾ നിങ്ങൾ 10 നിന്ന് 12 ആക്കിയോ? അത് കൗൺസിലിംഗ് നടത്താൻ അവരെ പരിശീലിപ്പിക്കുകയാണ് നമ്മൾ. അവരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഉണ്ടല്ലേ, അത് പരിശീലിപ്പിക്കുന്നു. അവരുടെ ഗ്രൂപ്പുകളിൽ, ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ. അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ്റെ ടീമിൽ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അൽമായ സഹോദരങ്ങളും കോർത്തിണക്കിക്കൊണ്ട് അങ്ങനെ ഒരു ടീമിനെയാണ് അച്ഛൻ ഫോം ചെയ്തത്. ഇന്നും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോഴേ നമുക്ക് കത്തോലിക്ക സഭയുടെ പതിപ്പെന്ന് പറയാൻ പറ്റുള്ളേ. അച്ഛനും സിസ്റ്ററും അൽമായരും ചേരുന്ന ടീം വളരെ മനോഹരം. നമുക്ക് പുതുതലമുറയിൽ നിന്ന് ഒരാളിലേക്ക് പോയാലാ സിസ്റ്റർ ആനു, നമ്മളെപ്പോഴും പഴയ തലമുറേനെ മാത്രം കേട്ടിട്ട് കാര്യമായില്ലല്ലോ അല്ലേ? പുതിയ തലമുറ ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ഈ ദൈവ വിളികളൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഇപ്പോഴും? സിസ്റ്റർ എത്ര വയസ്സാണ് സിസ്റ്റർ? എനിക്ക് 30 വയസ്സ്. 30 വയസ്സിൽ സിസ്റ്റർ നിത്യവ്രതമൊക്കെ കഴിഞ്ഞാണ്? എല്ലാം കഴിഞ്ഞാണ്. അപ്പോൾ ഈ പുതിയ തലമുറ എങ്ങനെ ദൈവവിളിയെ ഇപ്പോൾ കാണുന്നതും MSMIക്ക് വിളി ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഒന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? MSMI സമൂഹത്തിൽ ഞാൻ കണ്ടെടുത്തോളം വചനപ്രഘോഷണ മേഖലയിലേക്ക് ആകർഷിക്കപ്പെട്ടാണ് കൂടുതൽ ദൈവവിളി ഉണ്ടാകുന്നത്. നമ്മൾ കുടുംബങ്ങളിൽ കുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ആ മാതാപിതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ ഇവൾ വചനം പ്രഘോഷിക്കുന്നതാണ് എനിക്കിഷ്ടം, ഇവൾ വചനം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവളെ മഠത്തിലേക്ക് വിടുന്നത്. എൻ്റെ മാതാപിതാക്കളുണ്ട്. വെരി ഗുഡ്. എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ കൂടി അങ്ങനെ ഒത്തിരി ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അതിൽ നിന്ന് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? നമുക്ക് ഇന്ന കാര്യം കൂടി വർക്കിയച്ചനെ കുറിച്ചോ MSMയെ കുറിച്ചോ പറയേണ്ടതായിരുന്നു എന്ന് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും കേരള സഭയിലെ സിസ്റ്റർ ഷൈജി പോൾ. സിസ്റ്റർ ഷൈജി പോൾ ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. ഓക്കെ. കേരള സഭയിലെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ 50 വർഷം തികഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് കേരള സഭയിലെ ഒട്ടുമിക്ക ധ്യാനഗുരുക്കന്മാരും പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ്റെ പരിശീലനം നേടിയവരാണ്. കൊളത്തുവയൽ NRC ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി അച്ഛൻ്റെ പരിശീലനം നേടി ഒത്തിരിയേറെ അൽമായരും വൈദികരും അടങ്ങുന്ന വലിയൊരു സമൂഹം തീർച്ചയായും കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന എല്ലാ വചനപ്രഘോഷകരും വർക്കിയച്ചൻ്റെ ശിക്ഷണത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് സിസ്റ്റർ പറയുമ്പോൾ ഇന്ന് ഈ ജൂബിലി നിറവിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് കോരിത്തരിപ്പിക്കുന്നൊരു കാര്യമാണ്. മറ്റാർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? സിസ്റ്റർ ഡെൽസിയൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ട്? വരങ്ങളുടെ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ വരങ്ങളുടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന കാലഘട്ടം ഇപ്പോഴല്ല, ഒരു 76-78 ആ കാലഘട്ടത്തിൽ ഒരു അൽമായ സഹോദരൻ ജോസ് കാപ്പിൽ, ഇപ്പോൾ ജോസേട്ടൻ അവരൊരു 6 പേരടങ്ങുന്ന ഒരു ടീമാണ് വർക്കീസിനോടൊപ്പം തുടക്കത്തിലുണ്ട്. ആദ്യത്തെ ധ്യാനത്തിന് അച്ഛൻ പരിശീലനം കൊടുത്ത് അവർ പറഞ്ഞ ആദ്യ കാലങ്ങളൊക്കെ ഇവർക്ക് അറിയില്ല വരമാണോ ഇതെന്താണ് മനസ്സിലാക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ഇവർ 2 വൈദികരെയാണ് കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്നത്. ഒന്ന് മോൺസിഞ്ഞർ CJ വർക്കീസൻ, അതുപോലെ ഫാദർ അഗസ്റ്റിൻ തുരുത്തിമറ്റം. കേരളത്തിലെ വളരെയേറെ ശക്തമായ രീതിയിൽ വരങ്ങളുടെ മേഖലയിൽ തിരുത്തലുകൾ കൊടുത്ത് വളർത്തിയതാണ്. അപ്പോൾ ഈ അൽമായരെ ആശ്രയിച്ചിരുന്ന വൈദികരായിരുന്നു. അവർ നല്ലതുപോലെ തിരുത്തൽ കൊടുത്തു. ഇത് ശരിയാണോ, പരിശുദ്ധാത്മാവിൻ്റെ ആണോ, അത് വിവേചിച്ചറിഞ്ഞ് ആ വിവേചന വരം ഉപയോഗിച്ച് പറയുകയും അതനുസരിച്ച് നിന്നതുകൊണ്ടാണ് ഇന്ന് പല അൽമായരും വളർന്നു വന്നത്. അപ്പോൾ അനുസരണവും വിധേയത്വവും ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു കാര്യം വ്യക്തമാണ്, കേരള കരിസ്മാറ്റിക് നവീകരണത്തിൽ വർക്കിയച്ചനും MSMI കോൺഗ്രിഗേഷൻ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അതിൽ നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഈ കോൺഗ്രിഗേഷനോടും. ശാലോം, ബെന്നി പുന്നത്ര തുടങ്ങിയ വ്യക്തികളും സംവിധാനങ്ങളും ഒക്കെ ഉടലെടുത്തത് ഈ വർക്കിയച്ചനിലൂടെയും ഈ കോൺഗ്രിഗേഷനിലൂടെയും ഒക്കെയാണ്. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു ജീവിതശൈലി, ഒരു പ്രഘോഷണ രീതി, ഒരു തീഷ്ണത, എങ്ങും മങ്ങാത്ത അല്ലെങ്കിൽ ശോഭയാർന്നൊരു ജീവിതശൈലി, ഇതെല്ലാം അവകാശപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവകാശപ്പെടേണ്ട ഒരു കോൺഗ്രിഗേഷൻ്റെ ചുറ്റും ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. 2 വരി പ്രാർത്ഥിച്ച് ഒന്ന് അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഏകരക്ഷകനായ ഈശോയെ, ഇന്ന് കേരള കത്തോലിക്ക സഭ ജൂബിലി നിറവിലായിരിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ കൂട്ടായ്മയിൽ ഞങ്ങളുമായിരിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ, ഞങ്ങളുടെ സ്ഥാപക പിതാവായ വർക്കിയച്ചനെ ഞങ്ങൾ ഓർക്കുന്നു. അച്ഛൻ്റെ സ്വർഗീയ മാധ്യസ്ഥവും സാന്നിധ്യവും
ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ലോകം മുഴുവനും വേണ്ടി ഈശോയുടെ ആ രക്ഷാകര സ്നേഹം എല്ലാവരും അറിയണമെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വച്ചിരിക്കുന്നത് പോലെ ഈശോയുടെ രക്ഷാകര സ്നേഹം വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിരന്തരം പുതിയ വഴികൾ തുറന്നു തരുന്നു. പുതിയ വഴികൾ ഇനിയും തിരുസഭയിൽ തുറക്കപ്പെടുവാൻ പരിശുദ്ധാത്മ പ്രചോദനത്തോട് സഹകരിച്ച് ഈശോയുടെ രക്ഷാകര സ്നേഹം എല്ലാവരിലേക്കും എത്തിക്കുവാൻ, ഈശോ മാത്രമാണ് ഏകരക്ഷകനെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് പ്രഘോഷിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കും അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഇവരെ പോലെ സന്യാസം ആഘോഷിക്കാൻ അനേകം പേര് കടന്നു വരട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നന്ദി.